ആ തമ്പനയിൽ കാണുന്ന വീടായിട്ട് നമ്മൾ മാറ്റുകയാണ്. ലാൻഡ്സ്കേപ്പിങ്ങിലൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മുറ്റമൊക്കെ ഇവിടെ വരെയാണ് ഇപ്പോൾ ഉള്ളത്. അത് അറ്റം വരെ എത്തും. ഇപ്പം നമ്മുടെ മുറ്റം കുറച്ച് പോർഷൻ ഇവിടെയും കുറച്ച് പോർഷൻ അതിൻ്റെ അപ്പുറത്തും. അതിന് പകരം ഗേറ്റ് അവിടെ വരുമ്പോൾ മുറ്റം മൊത്തം ഒരുമിച്ച് നമുക്ക് കിട്ടും. നേരത്തെ ഉണ്ടായിരുന്ന കാർ പോർച്ചും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സ്റ്റെയർ ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ അവിടെ ഒരു ഡ്രോയിങ് റൂം കൊണ്ടു. ഈ ലോങ് സ്റ്റെപ്പ് കൂടെ കയറിയിട്ട് നല്ല പ്രൈവസി ഉള്ള ഒരു ഡ്രോയിങ് റൂം. ആ ഡ്രോയിങ് റൂമിന് ശേഷം നല്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു ലിവിംഗ് റൂം. ഓപ്പൺ കിച്ചന്റെ ഒക്കെ ഇന്റീരിയർ വരുമ്പോൾ നല്ല രസം ഉണ്ടാവും. റിനോവേറ്റ് ചെയ്യുന്ന വീടുകളിൽ നമ്മൾ ഫാൾ സീലിംഗ് പ്രൊമോട്ട് ചെയ്യാറില്ല. എന്നാലും ലൈറ്റിംഗ് നമ്മൾ സ്റ്റൈലായിട്ട് ചെയ്യും. ഫാൾ സീലിംഗ് ഇല്ലാതെ തന്നെ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് രസമായിട്ട് ഉള്ള വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ബാക്കി പതുക്കെ വരും. എലിവേഷനിലെ എസ്തെറ്റിക്സ് കണക്കാക്കിയിട്ട് സ്റ്റോൺ കോട്ടഡ് റൂഫ് ഫ്രണ്ട് പോർഷനിലൊക്കെ വരുമെങ്കിലും പഴയ റൂഫിന്റെ പ്രൊട്ടക്ഷനും ഈ ഭാഗത്ത് വരുന്ന ലോണ്ടറി ഏരിയയുടെ റൂഫും എല്ലാം നമ്മൾ ട്രാഫോർഡ് ഷീറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഇതിപ്പോ നല്ല വലിയൊരു ബെഡ്റൂം അല്ലേ. നേരത്തെ ഫസ്റ്റ് ഫ്ലോറിൽ റെന്റ് ഔട്ട് ചെയ്തിരുന്ന സമയത്ത് ഒരു ചെറിയ കിച്ചൺ ഉണ്ടായിരുന്നാണ് ഈ ഇത്രയും സ്പേസ്. ആ സ്പേസ് കൂടി നമ്മൾ ബെഡ്റൂമിനകത്ത് എടുത്തതാണ്.